എന്റെ പൊന്നു സാറേ, ഞാൻ കഴിഞ്ഞ ദിവസം കബഡി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മൂലാധാരം തല്ലിയൊന്ന് വീണു, നടുവല്ലിയൊന്ന് വീണു. അവിടെ ഒരു കുഴമ്പ് തരത്തി തരാൻ പദ്ധതി പെട്ടി തന്നില്ല സാർ. അതെല്ലേ, ഭയങ്കര വിഷമായി പോയി. അതുകൂടാതെ ഞാൻ തലവേദനയായിട്ട് ഞാൻ ഇതിന് വീട്ടിൽ കിടന്ന് തല ചുറ്റി ഒരുപാട് പ്രാവശ്യം നടന്നു. ഇവളോട് ഇച്ചിരി വിക്സ് ചോദിച്ചു, എന്റെ തലേന്ന് പെട്ടി തരാൻ പറഞ്ഞു. അവള് പെട്ടി തന്നില്ല സാറേ. ഭർത്താവിന് തലവേദന വന്ന ഭാര്യയ്ക്ക് വിക്സ് പുരട്ടി കൊടുക്കാൻ പാടില്ല സാറേ. നിയമം ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ തലവേദന വരുമ്പോ വിക്സ് പറ്റി കൊടുക്കുന്ന ആരായിരുന്നു? കല്യാണത്തിന് മുമ്പ് എനിക്ക് തലവേദന ഇല്ലായിരുന്നു. ഇവളെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയതാണ് എന്റെ തലവേദന, അന്ന് തുടങ്ങിയത്. കേവലം നിസ്സാരമായ ഒരു വിക്സ് പരട്ടുന്ന കേസും പറഞ്ഞിട്ടാണോ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് രണ്ടുപേരും പിരിയാൻ പോകുന്നത്? അത് മാത്രമല്ല സാറേ കാരണം, ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ ഈ ഇടയിൽ അങ്ങ് മരിച്ചുപോയി. ഞങ്ങൾ 3 പെൺപിള്ളേരാ സാറേ. ഞങ്ങൾ അങ്ങനെ കർമ്മം ഒന്നും ചെയ്യത്തില്ലല്ലോ. ഈ പുള്ളിക്കാരനെ കർമ്മം ചെയ്യാൻ വിളിച്ച്. ആണോ? അപ്പൊ ഈ പുള്ളിക്കാരൻ കർമ്മം ചെയ്തോണ്ടിരിക്കുവായിരുന്നേ. കർമ്മം ചെയ്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കുടം തലയിൽ ഇരിപ്പുണ്ട്. ഈ പുള്ളി ഒരു ഡാൻസ് അങ്ങോട്ട് തുടങ്ങി, കുടവും പൊട്ടിച്ചു. അച്ഛന്റെ ചിതയ്ക്കകത്ത് എന്തൊക്കെയാണോ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്റെ പൊന്നു സാറേ, അത് സാറിന് അറിയാലോ, എനിക്ക് ഈ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, പുരുഷാരം കണ്ടാൽ സ്ത്രീയാരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഡാൻസ് കളിക്കാം. അറിയാലോ, ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കിടന്ന് ഡാൻസ് കളിക്കണ്ടേ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോ ഈ ഒരു കാരണത്താലാണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ പരസ്ത്രീ ബന്ധമുണ്ട്. ആ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾക്ക് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ ഭാര്യ ആരോപിക്കുന്നത്. സത്യമാണോ ഇല്ലയോ? സാറേ, എനിക്കുള്ള കാര്യം ഇനി ഞാൻ സത്യം തുറന്നു പറയാം സാറേ. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടൊരു ആർട്ടിസ്റ്റാണ് സാർ. എനിക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ സോഷ്യൽ മീഡിയയിൽ എന്റെ വൈറലായിട്ട് ഡാൻസ് കണ്ടിട്ട് ഒരു പെങ്കൊച്ച് ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് വന്നാൽ ഉള്ളത് പറയുകയാണ്, ഞാൻ വിളിട്ടിട്ട് ഞാൻ അവരുടെ കൂടെ പോകും. സാറേ, അപ്പൊ ഈ പുള്ളിക്ക് ഡിവോഴ്സ് കൊടുക്കാല്ലേ? സാധനം ഇരിപ്പണ്ട, ഡിവോഴ്സ് ഇരിപ്പണ്ട, ഇഷ്ടം പോലെ ഇരിക്കും. ഇത് മൊത്തം ഡൈവോഴ്സ് അല്ലേ? അതല്ലേ? ഏത് വേണമെങ്കിലും ഇതിലൊന്നും എടുത്താൻ കൊടുത്താൽ പോരെ. അപ്പൊ ഈ മറ്റേ പെൺകുട്ടിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ? നമുക്ക് ആ പെൺകുട്ടിയെ കാണണോ? കണ്ടുകളെ. എന്താ പെൺകുട്ടിയുടെ പേര്? ആ പെൺകുട്ടിയുടെ പേര് സാൽമി. സാൽമി. സാൽവി. സാൽമി. സാൽവിനെ ഒന്ന് വിളിക്കാമോ? വിളിക്കാം, സാൽമിനെ വിളിക്കാം. വരാൻ പറ. കോടതി പരിസരത്തുണ്ടെങ്കിൽ ഉടനെ കോടതിയിൽ. നിനക്ക് ഞാൻ തരുന്നൊരു ശിക്ഷയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഡിവോഴ്സ് ഒരുപാടുണ്ട്. ഒരെണ്ണം നമുക്ക് തന്നേക്കാം.